നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ്. ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വളരെ റെസണേറ്റ് ആയതും പോസിറ്റീവുമായിട്ടുള്ളൊരു എനർജി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്നും നിങ്ങളുടെ കറൻറ്റ് ടൈം എന്താണെന്നും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസുകൾ എന്താണെന്നും ഒക്കെയുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടാതെ നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യത്തിന് ഈ ഒരു റീഡിങ്സിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ തന്നെ അഫർമേഷൻസ് എഴുതുക. ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിലും, കരിയർ മേഖലയിൽ തടസ്സങ്ങളുണ്ടെങ്കിലും, ബന്ധങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിലും, നിങ്ങൾക്കിടെ സമയം കറക്റ്റ് അല്ല, ഹെൽത്ത് പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് ലൈഫിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് തീർച്ചയായിട്ടും എഴുതുക. ഫസ്റ്റ് തന്നെ പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ചെയ്യണം. പിന്നീട് നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കറൻറ്റ്ലി പോകുന്നത്. അതായത് ഫ്യൂച്ചറിലേക്കല്ല അഫർമേഷൻസ് എഴുതേണ്ടത്, കറൻറ്റ് ടൈം, ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പം നമുക്കിങ്ങനെ പറയാം, എനിക്ക് എല്ലാ മാസവും 30-ാം തീയതി 5 ലക്ഷം രൂപ വെച്ച് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. എല്ലാ ദിവസവും എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ 1 ലക്ഷം രൂപയുടെ ബിസിനസ് നടക്കുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പറയുക കേട്ടോ. അങ്ങനെ തന്നെ എഴുതി നിങ്ങളുടെ എന്താവശ്യമാണെങ്കിലും നിങ്ങൾ എഴുതി പോവുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അവരുടെ വിവാഹ തടസ്സം, കരിയർ ബ്ലോക്കേജ്, പഠിക്കാനുള്ള മടി, ഫോണിന് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മാറാൻ, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത്. നിങ്ങളുടെ ഹസ്ബൻഡ് അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകളുടെ ഭാര്യമാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് അഡിക്ഷൻ അമിതമായിട്ടുണ്ട്, അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനെ കണക്റ്റ് ചെയ്ത് അഫർമേഷൻസ് എഴുതുന്നുണ്ട്. അതിൻ്റെ ഫലവും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസം, ഒരു ഒരു ഉറച്ച ഒരു വിശ്വാസം എന്നൊരു എനർജിയുണ്ട്. അതിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ കണക്റ്റഡ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പൊയ്ക്കോളുക. നിങ്ങളുടെ ജീവിതം മാറി മറിയും, യാതൊരു സംശയവുമില്ല. എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നോടൊപ്പം കൂടുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു റീയൂണിയൻ പ്രസൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളിലോ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ചില വ്യക്തികളുടെയൊക്കെ ഒരു തിരിച്ചുവരവ് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. കൂട്ടുകാരോടൊത്തോ മറ്റു ആൾക്കാരോടൊത്തോ നിങ്ങൾക്ക് ഇന്നൊരു കൂടിച്ചേരൽ, എല്ലാവരോടും ഒത്തുചേരുന്ന ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു എനർജിയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ഇമോഷണലി ഏത് സിറ്റുവേഷൻസും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കടന്നു പോകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരാരും തന്നെ നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെപ്പോഴും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തികളാണെങ്കിൽ 100% നമുക്കിവിടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഒരു റീയൂണിയൻ പ്രസൻസ് ആണ് കേട്ടോ. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, നിങ്ങൾക്കൊരു ന്യായം ലഭിക്കുന്നു. തുറന്ന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ, നിങ്ങളുടെ മനസ്സ് തുറക്കാൻ പറ്റിയ കുറച്ച് ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ശക്തമാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും ലൈഫിൽ ഒരു ഫ്രീഡം ലഭിച്ച അവസ്ഥ, എവിടെയോ കെട്ടിപ്പിണഞ്ഞ് കിടന്ന് അല്ലെങ്കിൽ എവിടെയോ ഒരു ശ്വാസം മുട്ടിലൂടെ നിങ്ങൾ കടന്നുപോയ എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിച്ച ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം പോകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും ഇന്ന് നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളിൽ നിന്നും
വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഫീലിങ്സ് ഇന്നത്തെ ദിവസം തോന്നുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു സമാധാനം, സന്തോഷം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വിധി മാറുന്നു, നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു എന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നിങ്ങളുടെ കഴിവുകളെ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പവിത്രമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അവസരത്തെ നിങ്ങൾ നല്ല പോലെ ഉപയോഗിക്കാനാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അതായത് വിട്ട് കളയാനല്ല, നേടിയെടുക്കുക എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലൈഫിൽ ഒരു സക്സസ് ആവാനുള്ള ഒരു സ്റ്റാർട്ടിങ് ടൈം നിങ്ങൾക്കിന്ന് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള പല സോഴ്സും ഉപയോഗിച്ച് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന, പ്രകടിപ്പിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കലാപരമായിട്ടുള്ളവർക്കാണെങ്കിൽ ആ ഒരു മേഖലയിൽ ഇന്ന് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വിൽ പവർ നിങ്ങൾക്കിന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. ഫിനാൻസ് വെച്ച് നിങ്ങൾക്കിന്ന് ചില കളികൾ കളിക്കാൻ പറ്റുന്ന ഒരു അവസരം വരുന്നുണ്ട്. ഇമോഷൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളുടെ എനർജി വളരെ പവർഫുള്ളായിട്ടാണ് കാണുന്നത് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിൽ ഒരു ടോക്സിക് ഫീലിങ്സ് നിൽപ്പുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഏതോ ഒരു ആഗ്രഹത്തെ നിങ്ങൾ മുറുകെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു വിദേശ യാത്രയാവാം, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന അടുത്ത് നിന്ന് മാറിപ്പോകാൻ മറ്റൊരിടത്തേക്ക് നിങ്ങൾക്കൊരു ചേഞ്ചിങ്, ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം. ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഫീലിങ്സ് നമുക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. അതൊരു നിരാശയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ചേഞ്ചിങ്, ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അതിനകത്ത് നിങ്ങൾക്ക് സംതൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. അതായത് അത് നേടിയെടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഫെയിലിയർ എനർജിയുടെ ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങൾക്കതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റ് ചെയ്ത് നിൽക്കാനും പറ്റുന്നില്ല. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ ആവശ്യം നല്ലൊരു ഗുരുവിൻ്റെ ഉപദേശമാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത്, ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളത്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. നമുക്കറിവില്ലാത്ത, അല്ലെങ്കിൽ നമുക്കതിനെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലല്ല മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്യേണ്ട കാര്യത്തെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ബുദ്ധി പ്രയോഗിക്കുക, അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ ചിലരെ സംബന്ധിച്ചെങ്കിൽ ലീഗൽ പ്രോബ്ലംസ്, ഒരു മധ്യസ്ഥ ചർച്ച പോലെ അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രോബ്ലംസ് ഒക്കെ നേരിടുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുടെ കാര്യവും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പെയിൻ ആയിരിക്കാം, നിരാശയായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ചില വിട്ടുവീഴ്ചകൾ നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ, പിന്നീട് നമുക്ക് മറ്റ് അവസരങ്ങളിലേക്ക്, മറ്റ് സിറ്റുവേഷൻസിലേക്ക് കണ്ണുകൾ തുറന്ന് കാണാൻ സാധിക്കും. നമുക്ക് മുന്നിലുള്ള മറ്റ് അവസരങ്ങളെ എന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് അവിടെ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആവാതെ നിങ്ങൾ ശരിക്കും കണ്ണു തുറന്നൊന്ന് നോക്കി മുന്നോട്ടേക്കൊന്ന് മൂവ് ചെയ്യുക എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രതയും ഇമോഷണൽ ബാലൻസും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വപ്നം, ഒരു കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ
നിങ്ങൾക്ക് സാധ്യമാവുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അത് ഫിനാൻഷ്യൽ പരമായിട്ടും ആയിക്കോട്ടെ, ഇമോഷണൽ പരമായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പാഷൻ എനർജിയെ നിങ്ങൾ എന്തിനാണോ നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് നമുക്ക് എനർജിയിൽ കാണുന്നത്. അതായത് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, നിങ്ങൾ ഉദ്ദേശിച്ച പ്രൗഡായ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, കെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് മാറി എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, നിങ്ങൾക്ക് അർഹതയുള്ള പല കാര്യങ്ങളും മറ്റെവിടത്തേക്കോ മാറിപ്പോയിക്കൊണ്ടിരുന്ന, നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാതിരുന്നൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. എപ്പോഴും ഒരു കഷ്ടത അല്ലെങ്കിൽ ബ്ലോക്കേജ് നിങ്ങളിലേക്ക് വരാനിരുന്ന, അത് സാമ്പത്തികമായിക്കോട്ടെ, മറ്റ് ബന്ധങ്ങളുടെ പ്രസൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അർഹതയുള്ളത് മറ്റൊരിടത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നു എന്നുള്ളൊരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ വീഴ്ച പോലെയായിരുന്നു. ഒരിക്കലും കരകയറാൻ പറ്റില്ല, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അതൊരു ട്രാജഡി പോലെ, ഒരു നിരാശ പോലെ നിങ്ങളിങ്ങനെ കൊണ്ട് നടന്നിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേഷൻ തന്നെയാവാം തകർന്ന് തരിപ്പണമായി. ഇനി അതിൽ നിന്നൊന്നുമില്ല, തേർഡ് പാർട്ടി പ്രസൻസ് ആണ് അവിടെ മുഖ്യമായിട്ട് നിൽക്കുന്നതെന്ന് നിങ്ങളുടെ ഉള്ളിൽ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ആ സിറ്റുവേഷൻസ് വരികയാണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന സിറ്റുവേഷൻസിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിൽ നിന്നും മാറിപ്പോയി അല്ലെങ്കിൽ നിങ്ങളെ തകർത്ത് കളഞ്ഞ ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നു, നീതി നടപ്പിലാക്കപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ തന്നെ മറന്നിരിക്കുന്നൊരു സാഹചര്യത്തിൽ നിന്നുമാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളിലേക്ക് വരില്ല എന്ന് ചിന്തിച്ച പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബർഡനാണ് കേട്ടോ. അതായത് നമുക്ക് അർഹതയില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് വെൽത്ത് പരമായിട്ടാവാം, റിലേഷൻഷിപ്പ് പരമായിട്ടാവാം, കരിയർ മേഖലയെ ബേസ് ചെയ്താവാം, ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളാവാം. നമ്മളെക്കൊണ്ട് സാധ്യമല്ലാത്ത, അസാധ്യമായ ചില കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ പേരിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകളും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. അതല്ലെങ്കിൽ റിലേഷനെ ബേസ് ചെയ്താണെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഫൈറ്റിംഗ് നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഒരു ബർഡൻ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ചുമക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് പുനർവിചിന്തനം നടത്തി ആ ബർഡനെ ഒന്ന് ഇറക്കി വെക്കുക കേട്ടോ. ചിലതൊന്നും നമ്മുടെ ലൈഫിലേക്ക് വേണ്ടാത്തതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുകയും അത് നമുക്ക് പിന്നീട് വലിയൊരു ഭാരമായി തീരുകയും ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ഭാരത്തെ ഇറക്കി വയ്ക്കുക എന്നതാണ് നിങ്ങളുടെ കടമ. അപ്പം നിങ്ങളത് മനസ്സിലാക്കി നമ്മുടെ ലൈഫിലേക്ക് വേണ്ട, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാത്ത, നിങ്ങളൊരു പ്രവൃത്തി ചെയ്ത് കഴിയുമ്പം അതിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അത് നമുക്കുള്ളതല്ല, ഏത് കാര്യമായാലും എന്ന് മനസ്സിലാക്കുക. നമ്മൾ അതിൽ നിന്നും എന്ത് ചെയ്യുക, പിന്നോട്ടേക്ക് മാറാൻ ശ്രമിക്കുക. നമുക്ക് അർഹതയുള്ള നമ്മളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും പ്രപഞ്ചം ആ സമയത്ത് കൊണ്ടു ചെന്നെത്തിക്കും. ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റുവെക്കുന്നുണ്ടാവാം, ആവശ്യമില്ലാത്ത ബർഡൻ ചുമക്കുന്നുണ്ടാവാം, ആവശ്യമില്ലാത്ത മാനസിക ഭാരം ചുമക്കുന്നുണ്ടാവാം. അത് നിങ്ങളെ ഹെൽത്ത് ബേസ് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളിൽ അത് ദോഷം ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളെ വേണ്ടപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്ത് ഒന്ന് ഫ്രീ ആവാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഏസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ കുറേ ആളുകളുടെ സ്വപ്നം റിയാലിറ്റി ആവുന്നു. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ കാത്തിരുന്ന, ഒരു പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സക്സസ്, ഒരു ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങളുടെ
ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ, ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട്. ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആയിരിക്കാം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാവാം, ഫോക്കസ് ചെയ്ത് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാവാം. നിങ്ങൾക്ക് സഡൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി, ഒരു ട്രാവലിംഗ് പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ, ശക്തമാവുന്നൊരു ട്രാവലിംഗ് പ്രസൻസ്. അതുപോലെ ചില ആളുകൾക്കൊക്കെ ഒരു വിൽ പവറാണ്, കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി. നിങ്ങളുടെ ലൈഫ് മാറുന്നു, നിങ്ങളുടെ ചലഞ്ചിങ് എനർജി, ആ ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു പാത അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കാണാൻ പറ്റും. ഒരു ട്രാവലിംഗ് പ്രസൻസ്, അത് കരിയർ മേഖലയെ ബേസ് ചെയ്താണ് കേട്ടോ. നിങ്ങളുടെ നോളജിനെ, അറിവിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു പദവിയിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിച്ചിരുന്ന പല വ്യക്തികളും നിങ്ങളിൽ നിന്നും പിന്മാറി എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളോട് മത്സരബുദ്ധിയോട് പെരുമാറുകയും നിങ്ങളോട് മത്സരിച്ചിരുന്ന ചില ആളുകളുടെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവസാനിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ശക്തി, നിങ്ങളുടെ പവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. 6 ഓഫ് കപ്സിൻ്റെ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. കുറേ കാലമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊരു ഡെസ്റ്റിനി, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെടാത്ത, നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങളാണ് ആ ബന്ധത്തിൻ്റെ പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പവർ ലോസിങ് വന്നിട്ടുണ്ട്, നിങ്ങൾ മിസ്യൂസിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളെ ചൂസ് ചെയ്ത ഒരു എനർജി, ഒരു പാസ്റ്റ് എനർജി, അത് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു വല്ലാതൊരു സ്ട്രെസ്സ് തരുന്നുണ്ടായിരുന്നു. ഒന്നിലധികം, ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ചിലർ വെറുക്കുന്നുണ്ടായിരുന്നു കാണും. പക്ഷേ ആ വെറുക്കുന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിനോടൊരു സ്നേഹവും അട്രാക്ഷനും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു കാണും. എന്താണെങ്കിലും നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സ്ട്രെസ് എനർജി, അത് ആരോട് ഷെയർ ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ കുറേ കാലങ്ങളായിട്ട് നിങ്ങളൊരു ഭാരം പോലെ ചുമന്നിരുന്ന ഒരു സിറ്റുവേഷൻസ്, അത് നിങ്ങൾക്കൊരു മോശം, നിങ്ങളുടെ ഒരു കാർമിക് ഡെസ്റ്റിനിയുടെ പ്രസൻസാണ് കാണിക്കുന്നത്. ശരിക്കും അത് നിങ്ങളെ നല്ലപോലെ ബാധിച്ചതാണ് കേട്ടോ. നിങ്ങളുടെ റൂട്ട് ചക്ര മുതൽ ബ്ലോക്കാക്കി കളഞ്ഞ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ടായിരുന്ന എല്ലാ നന്മകൾക്കും സ്റ്റക്നെസ് വരുത്തിയ ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു റിയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് ഓഫ് ലവിൻ്റെ എനർജി, ഒരു പക്ഷേ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു, ഒരു തിരിച്ചറിവ്, ഒരു കുറ്റബോധം അവിടെ കാണിക്കുന്നുണ്ട്. ആ പഴയ ഓർമ്മകളെ വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യിക്കുന്ന, സന്തോഷമായ നല്ല നിമിഷങ്ങളെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കാത്തിരിപ്പിന്, നിങ്ങളെവിടെയെങ്കിലും വെയിറ്റിംഗ് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇമോഷണലി മറ്റാർക്കും പിടികൊടുക്കാതെ നിങ്ങളൊരു പ്രശ്നത്തെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സമയമായി കേട്ടോ. ഇന്നത്തെ ദിവസം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ആ തടസ്സത്തെ എങ്ങനെ മറികടക്കണമെന്ന് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഓപ്പർച്യൂണിറ്റീസുകളുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. അത് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളാണെങ്കിലും നിങ്ങളുടെ എന്ത് എനർജിയിലാണെങ്കിലും ഒരു പുതിയ തുടക്കം, പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്നത്തെ ദിവസം കുറേ ആളുകളുടെ എനർജിയിലേക്ക് കണക്റ്റഡ് ആകപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളുടെ കാലം മാറുന്നു, നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആകുന്നു, നിങ്ങളുടെ കാലചക്രം കറങ്ങി നിങ്ങൾ ഇന്നലെ വരെ എന്തായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ഒരു സമയത്തിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അബണ്ടൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്നും ദുഃഖവും നിരാശയും ദാരിദ്ര്യവും ഒക്കെ ആയിരുന്നു എങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അബണ്ടൻസ് എനർജിയാണ്, ഒരു പ്രത്യേകതയാണ്. സക്സസ് ആണ് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താണ്, നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തിൻ്റെ ആണെങ്കിലും ആ ഒരു സാഹചര്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് സക്സസ് ആണ് കാണുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സമാധാനപരമായിട്ട്
തീരുമാനങ്ങൾ എടുക്കുക എന്നത്. അതായത് പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നും പാസ്റ്റിലെ ചില വെല്ലുവിളികളായിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഡിലേ ആയ ചില കാര്യങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്കിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ചില പ്ലാനിങ്, നിങ്ങളുടെ ചില എന്താ പറയുക, വളരെയധികം ഇൻസ്പിറേഷൻ ആയിരുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പുതിയ തീരുമാനം എടുക്കുമ്പം അത് ശരിക്കും ചിന്തിച്ച് എടുക്കുക കേട്ടോ. ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് ആരെങ്കിലും ഒരു ഉപദേശം ഇന്ന് തരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച് ആരെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇന്ന് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അത് പേരൻസ് ആവാം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ബന്ധങ്ങളാവാം, അതുപോലെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ ഗുരുനാഥന്മാരുടെ സ്ഥാനത്തുള്ളവരാവാം. നിങ്ങൾക്ക് ആരെങ്കിലും ഇന്നൊരു നല്ല ഉപദേശം നൽകുന്നുവെങ്കിൽ ആ ഉപദേശത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന എനർജിയാണ് കാണുന്നത്.